Hello friends, welcome to channel. 𝙑𝙞𝙙𝙬𝙬 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ BSNL FTTHന്റെ ഒരു ഓൺലൈൻ അപ്ലൈ എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പുതിയൊരു അവരുടെ സൈറ്റ് അവർ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓൺലൈൻ അപ്ഡേഷൻ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ സൈറ്റിൽ കൂടെ നമുക്ക് FTTHും അതുപോലെ ബ്രോഡ്ബാൻഡ് കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ട്. ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഓൺലൈൻ തന്നെ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ ID കാർഡ് അതുപോലെ ഫോട്ടോഗ്രാഫ് ആപ്ലിക്കേഷൻസ് ഫുൾ ആപ്ലിക്കേഷൻസ് നമുക്ക് ഇത് കൂടെ തന്നെ ഇപ്പോൾ കൊടുക്കാൻ പറ്റും. പണ്ട് ഇത്ര ഫാസ്റ്റും അതുപോലെ ഇത്ര ഫുള്ളി ഓൺലൈൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ചെയ്താണ് ഒരു സൈറ്റ്. അതിന് നമ്മൾ BSNL നോർമൽ സൈറ്റ് തന്നെ കയറാൻ പോകുന്നത്. പക്ഷേ അതിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്സുകളുണ്ട്. നമുക്കത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ നമ്മുടെ ഓഫീസിൽ പോകുന്നത് തന്നെ നമുക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ BSNL FTTH കണക്ഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതിന് ഒരു ID പ്രൂഫ് വേണം. പിന്നെ നമുക്കൊരു ഫോട്ടോ എന്ന് വെച്ചാൽ പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോ വേണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ മൊബൈലിൽ എടുത്താലും മതി. 100 KB താഴെ പാടുള്ളൂ. അത്ര അങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് രണ്ട് കാര്യം തന്നെ നമുക്ക് ഓൺലൈൻ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ചാനൽ പുതിയ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഗീവ് അവേ വീഡിയോ നമ്മൾ 2 ദിവസം ഒരു 1 വീക്കിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കിട്ടിയിട്ട് നമ്മൾ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 10 റൂട്ടറും അതുപോലെ പ്രോട്ടോണിക്സിൻ്റെ വയർലെസ് ഹെഡ്സെറ്റും. അത് കാണാത്തവർ പോയി കാണുക. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും ലിങ്ക്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമ്മൾ ഡയറക്റ്റ് വീഡിയോ പോകാം. വീഡിയോ സ്ക്രീനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ട നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ആയില്ലേ? ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BSNL എന്ന് സെർച്ച് ചെയ്താൽ മതി. ജസ്റ്റ് BSNL സെർച്ച് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഫസ്റ്റ് പറഞ്ഞ അവരുടെ മെയിൻ സൈറ്റിലേക്ക് തന്നെയാണ് നമുക്ക് പോകേണ്ടത്. അതുകൊണ്ട് ബിഹാർ സഞ്ചാർ നിഗം ലിമിറ്റഡിൻ്റെ .co.in എന്ന സൈറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അത് ലോഡായി കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്കൊരു പേജ് വരും. ഇവിടെ വിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ബുക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ന്യൂ കണക്ഷൻ്റെ താഴെയായിട്ട് കസ്റ്റമർ സെൽഫ് ഓൺ ബോർഡിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ചെറിയൊരു സ്ലോ ഉണ്ടായിരിക്കും. നമ്മുടെ ഒരു ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് NVIDIAയുടെ. അതുകൊണ്ടാണ് ചെറിയൊരു സ്ലോ വരുന്നത്. ഇതിൽ പിന്നെ ന്യൂ യൂസറിന് വേണ്ടിയിട്ട് ലാൻഡ് ലൈൻ ആൻഡ് വിങ് സർവീസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിങ് സർവീസ് ഇവരുടെ ഒരു ഓൺലൈൻ ഒരു കോളിംഗ് പർപ്പസ് സംഭവമൊക്കെയാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1999 രൂപയ്ക്ക് നമ്മൾ ഇയർലി പേയ്മെൻറ്റ് ചെയ്യണം. ഇതിന് മുകളിലായിട്ട് നമുക്ക് രജിസ്റ്റർ ഫോർ ലാൻഡ് ലൈൻ ആൻഡ് വിങ് സർവീസ് എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ സെലക്ട് സ്റ്റേറ്റ് കൊടുക്കുക. ലോഡായില്ലേ? ഒന്നുകൂടി നമുക്ക് റീലോഡ് ചെയ്യാം. ഇനി നമുക്കിതിൽ കേരള കൊടുക്കുക. പിൻകോഡ് നമുക്ക് വേറെ ഒരു പിൻകോഡ് കൊടുക്കാം. എന്തായാലും ഇമെയിൽ നമുക്ക് വേറൊരു ഇമെയിൽ കൊടുക്കാം കേട്ടോ. എൻ്റെ ഇമെയിൽ ഞാൻ ഓൾറെഡി നമ്മുടെ BSNL കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് വരണ്ട. മൊബൈൽ നമ്പർ നമ്മൾ വേറൊരു മൊബൈൽ നമ്പർ കൊടുക്കുകയാണ്. 9716 അയ്യോ മറന്നുപോയല്ലോ. എന്തായാലും നമുക്ക് മൊബൈൽ നമ്പർ ഒന്ന് കൊടുക്കാം. എന്ന് വെച്ചാൽ കറക്റ്റ് മൊബൈൽ നമ്പർ കൊടുക്കാൻ വേണം. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് അതിൽ OTP തന്നെ ഫസ്റ്റ് തന്നെ OTP വേണം നമുക്ക് അതിൽ. അപ്പോൾ നമുക്കൊരു ആക്റ്റീവായിട്ടുള്ളൊരു മൊബൈൽ നമ്പർ കൊടുക്കണം. 9746 ഓക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെരിഫൈ മൊബൈൽ നമ്പർ കൊടുക്കാം. കഴിഞ്ഞാൽ അതിൽ നമ്മുടെ OTP വരും. അപ്പോൾ നമുക്ക് OTP വന്നിട്ടുണ്ട്. 2 OTP ഒക്കെ ഇപ്പോൾ വരണേ. ആദ്യം ഒരെണ്ണം പോലും വരണമെന്നില്ല. ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ട് ഒരു ഫുൾ സിസ്റ്റംസ് വരെ സെർവറും കാര്യങ്ങളൊക്കെ. 5551876 ആണ് വന്നിരിക്കുന്നത്. നമുക്ക് വെരിഫൈ കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ലാൻഡ് ലൈൻ ആൻഡ് ബ്രോഡ്ബാൻഡും വിങ്സും. ഇത് രണ്ടിനും നമുക്ക് അഡ്രസ് പ്രൂഫും വേണം, ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫും വേണം കേട്ടോ. പിന്നെ ഒരു ഫോട്ടോവും വേണം. ഇത് നമുക്ക് ലാൻഡ് ലൈൻ ആൻഡ് ബ്രോഡ്ബാൻഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ലാൻഡ് ലൈൻ ബ്രോഡ്ബാൻഡ് FTTH വോയിസ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കൊടുക്കുക, ഗോ കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ബുക്കിംഗ് ബൈ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതിൽ സെൽഫനെ കൊടുക്കുക. സർവീസ് ടൈപ്പ് നമുക്ക് ഭാരത് ഫൈബർ ബ്രോഡ്ബാൻഡ് കൊടുക്കുക. നമ്പർ ഓഫ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ 1 തന്നെ, വോയിസ് കണക്ഷൻ 1 ആക്കുക. പിന്നെ ഇതിൽ ഭാരത് ഫൈബർ അക്സസറി അക്വിസിഷൻ ടൈപ്പ് എന്ന് പറയുന്നത് ഓണ്ട് കൊടുക്കുക. 2 പില്ല ഒരേൽ. ഇൻസ്ട്രുമെൻ്റൽ അക്വിസിഷൻ ടൈപ്പ് എന്ന് പറയുന്നത് ക്ലിപ്പ് ഓണ്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക കേട്ടോ. ഇതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ കസ്റ്റമർ ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് അപ് ടു ചെസ്റ്റ് ലെവലാണ്. ഫ്രണ്ട് ആൻഡ് റിയർ വ്യൂ ഫോട്ടോ ഐഡൻറ്റിഗ്രാഫ് വേണം. 100 KB കിടക്കാൻ പാടില്ല. ഇതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോട്ടോ ഐഡൻറ്റി പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി നമുക്ക് അപ്ലോഡ് ചെയ്യില്ല. ഏത് വേണമെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. എന്താ ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID കാർഡ്, ഗവൺമെൻറ് ID കാർഡ് എന്ത് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. പാൻ കാർഡ് അപ്ലോഡ് ചെയ്യാം. പാസ്പോർട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാം. റേഷൻ കാർഡ് എല്ലാം ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അഡ്രസ് പ്രൂഫും സെയിം വേണമെങ്കിൽ കൊടുക്കാം. അത് ടിക്ക് ചെയ്താൽ മതി. എന്തായാലും അപ്ലോഡ് ചെയ്ത തരം കാണാൻ മതി. നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാം. അടുത്ത സ്റ്റേജിൽ നമുക്ക് ഫുൾ കസ്റ്റമർ ഡീറ്റെയിൽസ് ഫോം വരും. ഇതിൽ ടൈറ്റിൽ കൊടുക്കുക. പിൻകോഡ്, നെയിം, പ്രിഫേർഡ് കണക്ഷൻ ടൈപ്പ് എന്ന് പറയുന്ന സംഭവം പോസ്റ്റ് പെയ്ഡ് തന്നെയുള്ളൂ. യൂസേജ് ലിസ്റ്റ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി. അഡീഷണൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ അഡ്രസ്സ് ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക. ഹൗസ് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ ബില്ലിംഗ് അക്കൗണ്ട് ഡീറ്റെയിൽസിൽ ബിൽ അക്കൗണ്ട് ടൈപ്പായിട്ട് ഇൻഡിവിജ്വൽ കൊടുക്കുക. അതുപോലെ ബാക്കിയൊക്കെ അതിൽ ഡിഫോൾട്ട് വന്നിട്ടുണ്ട്. മന്ത്ലി പേയ്മെൻറ്റ് മാത്രമേ ഇപ്പോൾ നമുക്ക് വരുള്ളൂ.
ഇമെയിൽ ഐ ഡി ഇതന്നെ കൊടുക്കുക കേട്ടോ. ബിൽ മീഡിയ ഇമെയിൽ കൊടുത്താലും നല്ലത്. മൊബൈൽ അല്ലെങ്കിൽ രണ്ടും നമുക്ക് കൊടുക്കാം. ഇമെയിൽ ആൻഡ് ബിൽ ഓൺ പേപ്പറും കൊടുക്കാം. GST നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം. ബില്ലിംഗ് അഡ്രസ്സ് സെയിം ആക്കുകയാണെങ്കിൽ സെയിം കൊടുക്കുക. പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇത് കൊടുക്കാമെന്നാണ്. ജസ്റ്റ് ഓക്കെ. എന്തായാലും അതെന്താ സ്റ്റക്കായി. നമുക്കത് അപ്പം നമ്മൾ അത് ജസ്റ്റ് നോർമൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എല്ലാം കൂടി നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ട് ഫില്ല് ചെയ്താൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫേക്ക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് റിസർവ് നമ്പേഴ്സാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആൻഡ് വിത്ത് 299 മാത്രമേ ഇപ്പോൾ വരുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെച്ചാൽ ഇപ്പോൾ 299 മാത്രമേ അവൈലബിൾ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻഡിങ് അല്ല, സ്റ്റാർട്ടിങ് ബിഗിനാണ് 299 വരുന്നത്. അപ്പോൾ നിങ്ങൾ അത് മാത്രം സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അതിൽ റിസർവ് കൊടുക്കുക. പിന്നെ സെലക്ട് പ്ലാൻ സെലക്ട് ചെയ്യുക. അതിൽ ഫൈബർ പ്ലാൻ ഏതാ വേണ്ടതെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഭാരത് ഫൈബർ കോംബോ പ്ലാൻ സംഭവമുണ്ട്. പ്രീമിയം പ്ലസ് ഉണ്ട്, അതേപോലെ ബേസിക് പ്ലസ് ഉണ്ട്, വാല്യൂ പ്ലസ് ഉണ്ട്, ഫൈബർ ബേസിക് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഞാനിതിൻ്റെ എന്താ പറയുക ഒരു ലിസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിലെ ലാസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്യട്ടെ. അവർ നമുക്ക് സെൻഡ് ചെയ്ത് തന്നതാണ്. അപ്പോൾ പുതിയ അപ്ഡേറ്റ് പ്ലാൻ അതിൽ 399 പ്ലാൻ വന്നിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ വിളിച്ച് പറഞ്ഞിട്ട് മാറ്റാൻ പറ്റും. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ബേസിക് മാത്രം ഇട്ടിട്ട് വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ട് 399 അവരുടെ ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞവർ. പക്ഷേ അത് കൊടുത്തു തുടങ്ങിയതാണ് പറഞ്ഞത്. നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അവിടെ പോയി എന്ന് വെച്ചാൽ ഓഫീസിൽ പോയി അപ്ലൈ ചെയ്യുമ്പോൾ അവർ എഴുതി തന്നോളാം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം. അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ജസ്റ്റ് ബേസിക് കൊടുക്കാം. അപ്പോൾ അതിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അത് വരുന്നുണ്ട്. 449 പ്ലാനാണ് ഇതിൽ. അത് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ കാര്യങ്ങളും പ്രിവ്യൂ ഒക്കെ വന്നിട്ടുണ്ട് ഇതിൽ. ഇനി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനത് അതിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ പോകണില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കണക്ഷൻ ഉള്ളതാണ്. അപ്പോൾ ക്യാൻസൽ കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതാണ് നമുക്ക് ഓൺലൈൻ ചെയ്യേണ്ട പ്രോസസ്സുകൾ. അപ്പോൾ പിന്നെ നമുക്ക് വിങ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് ഈ സൈറ്റ് നോക്കിയാൽ മതി. 1 ടൈം രജിസ്ട്രേഷൻ ചാർജുണ്ട്, പക്ഷേ അതിന് ഫിക്സഡ് മന്ത്ലി ചാർജും കാര്യങ്ങളും ആക്ടിവേഷൻ ചാർജും സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിനെ വിങ്സിനെ കുറിച്ച് ആൾക്കാർക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ വേണമെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ സംഭവം VoIP സർവീസ് വെച്ചിട്ട് നമുക്ക് കോളും സംഭവങ്ങളൊക്കെ കിട്ടുന്ന സംഭവമാണ്. SIP ക്ലയൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് മൊബൈലിലോ ലാപ്ടോപ്പിലൊക്കെ കോൾ ചെയ്യാൻ പറ്റും. അതാണ് സംഭവം. അതിൻ്റെ അത് ഡീറ്റെയിൽ വേണമെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളായാലും നമ്മൾ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യണം നിങ്ങൾക്ക് അവിടെ ആൾമോസ്റ്റ് ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മുടെ ഗീവ് അവേ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ കിട്ടും. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കാണാനും മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.